കല്യാണം കഴിഞ്ഞിട്ട് 21 വർഷം കഴിഞ്ഞു. 22 വർഷമായി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട്. 42. 58 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഞങ്ങള് 33 വർഷമായി. 41 വർഷം. പറഞ്ഞോ 29. ഓക്കെ. ഇനി ദാമ്പത്യ ജീവിതത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റം. ദാമ്പത്യ ജീവിതത്തിൽ വന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ക്ഷമിക്കാൻ പഠിച്ചു. ആദ്യം അത്ര വലിയ ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആളുടെ പെരുമാറ്റത്തിൽ നിന്നും അതിന് ഒരു ക്ഷമിക്കാനുള്ളൊരു കഴിവ് കിട്ടി. പിന്നെ എടുത്ത സാധനങ്ങൾ എടുത്തോടത്ത് വെക്കാൻ പഠിച്ചു. അതവിടെ കണ്ടില്ലെങ്കിൽ അതവിടെ ചീത്തവാക്കാം. അപ്പോൾ പിന്നെ അത് പഠിച്ചത് വീട്ടിൽ നിന്ന് അത് അത്ര പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ജീവിക്കാൻ പഠിച്ചു. കല്യാണത്തിന് മുന്നേ അതിനെ പറ്റിയിട്ടൊരു ചിന്ത ഉണ്ടായിരുന്നില്ല. മക്കള് 4-5 ആൾക്കാരായപ്പോൾ ജീവിക്കാനുള്ള മാർഗങ്ങൾ എങ്ങനെയൊക്കെയെന്നുള്ളത് ഒന്നും കൂടി പഠിച്ചു. ദൈവം തന്ന സംഭവം പിന്നെ പിള്ളേരായപ്പോൾ അവൾക്ക് ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടി. അതിന് മുന്നേ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരുന്നൊന്നുമില്ല. 2 മക്കളായപ്പോൾ 5ാമത്തെ ആളായപ്പോൾ ജോലിയൊക്കെ വിളിച്ചു തരണമായിട്ട് തോന്നുന്നു. ദൈവം തന്നൊരു അനുഗ്രഹം. സന്തോഷമായി ജീവിക്കുന്നു. സ്വയം മാറ്റിയൊരു സ്വഭാവം അങ്ങനെ എന്തെങ്കിലും? സ്വയം മാറ്റുന്ന ഇയാളാണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചു. ഞാനും അങ്ങനെ തന്നെ. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് വെച്ചാല് നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ സാധിക്കും. എല്ലാ കാര്യത്തിലും നമുക്ക് സപ്പോർട്ടാണ്. എന്ത് ഒരാവശ്യം വന്നാലും ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വീഴ്ച വന്നാലും നമുക്ക് സപ്പോർട്ടായിട്ട് സംസാരിക്കാനും നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളോടൊപ്പം നിൽക്കാൻ നമ്മളുടെ എണ്ണാന്നുള്ളതിൽ വെച്ചാൽ നമ്മുടെ കൂടപ്പറപ്പിൽ ജീവിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ ഹസ്ബൻഡ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളിലും തുണയായിട്ടാണ് നമുക്ക് നിൽക്കുന്നത്. പിന്നെ ഡേസറിന് ഭയങ്കര ക്ഷമാശീലാണ്. പെട്ടെന്ന് എന്ത് കാര്യം കണ്ടാലും പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് സംസാരിക്കുകയൊന്നുമില്ല. നമ്മളോട് വളരെ സൗമ്യതയോട് കൂടിയിട്ടാണ് സംസാരിക്കുക. എല്ലാ കാര്യങ്ങളിലും വളരെ ക്ഷമയോട് കൂടിയിട്ടാണ് കൈകാര്യം ചെയ്യുക. ഞാൻ കുറച്ചുകൂടി ഫ്രീഡം കിട്ടി. സാധാരണ ചിലരൊക്കെ പറഞ്ഞേക്കാറുണ്ട് കല്യാണം കഴിഞ്ഞാൽ ഫ്രീഡം കുറഞ്ഞു എന്നാണ് കേൾക്കാറ്. പക്ഷെ എന്നെ സംബന്ധിച്ച് കുറച്ചും കൂടി വളരാനും ഫ്രീഡം കിട്ടാനും ഒക്കെ ഇടയായത് ഇങ്ങനൊരു ഫാമിലിയിലേക്ക് വിവാഹം കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ 19 വയസ്സിൽ കല്യാണം കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നണേ പഠനം കഴിയാണ്ടൊരു കുട്ടി എഴുതുന്നുണ്ടാവും. അപ്പോൾ കുറേ വളർന്നിട്ടുള്ളത് ഇവിടെ വന്നിട്ടാണ്, വയലത്തൂർ വന്നിട്ടാണ്. അപ്പോൾ ഇറ്റ്സ് എ ഗുഡ് ചേഞ്ച്. നിങ്ങളുടെ ഇത്രയും വർഷം കല്യാണം കഴിഞ്ഞിട്ട് ഉണ്ടായ ഒരു കോമഡി ആയിട്ടുള്ള ഒരു ഇവന്റ് എന്തെങ്കിലും കോമഡി ആയിട്ട് നടന്നത്? നമ്മുടെ ലൈഫിൽ എന്നും കോമഡിയാ. ഒരെണ്ണം പറയണം. കല്യാണത്തിന് മുന്നേ ഒരു കോമഡി ഉണ്ടായിരുന്നു. അതായത് ഇവർ ഭയങ്കര പ്രാർത്ഥനയുള്ള ടീമാണ്. അപ്പോൾ ഈ കള്ളുകൂടിയൊക്കെ ഭയങ്കര എന്താണ് അലർജിയുള്ള ടീമുകളാണ്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് കള്ളൊക്കെ കുടിച്ചായിരുന്നു കല്യാണത്തിന് മുന്നിട്ടാണ്. അപ്പോൾ ഈ മറ്റേ കൗൺസിലിങ്ങിന് പോവില്ലേ നമ്മുടെ കല്യാണത്തിൻ്റെ ക്ലാസ്, നമ്മുടെ 3 ദിവസത്തെ ക്ലാസ് ഉണ്ട് കല്യാണം കഴിക്കാൻ പോണവർക്ക്. അപ്പോൾ അതിന് പോകുമ്പോൾ നമ്മളിങ്ങനെ തുറന്ന് പറച്ചിലുണ്ടല്ലോ, അത് പറഞ്ഞോട് കൂടിയിട്ട് സംഗതി പക്ഷകായി. ആള് പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കില്ല. ഞാനാണെങ്കിൽ ലീവ് എടുത്തിട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ളതാ. ആകെ പ്രശ്നം, മൊത്തം പ്രശ്നം. കല്യാണം കഴിക്കില്ല എന്ന് ആകെ പ്രശ്നങ്ങളായി. അപ്പോൾ അങ്ങനെ ഒരു കോമഡി ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കോമഡി അല്ല, ശരിക്കും ഉണ്ടായത് കോമഡി ആയി മാറി. കല്യാണത്തിന് മുമ്പ് പെണ്ണ് കാണാൻ വന്നു പെണ്ണ് കണ്ട് ഓക്കെ 2 കൂട്ടർ ഓക്കെയാണ്. പിറ്റത്തെ ദിവസം പള്ളിയിൽ പോകും. ഞാൻ രാവിലെ പള്ളിയിൽ പോകാറുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പള്ളിയിൽ പോണ നേരത്ത് ഞാനില്ലല്ല, പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോൾ ഒരാള് ഒരു കാറ് നിർത്തി കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്. നമ്മളെ പെണ്ണുങ്ങളാണല്ലോ, അങ്ങോട്ട് നോക്കാൻ തല കുമ്പിട്ട്, നിങ്ങളെ പോലെയല്ല അന്ന് നിങ്ങൾ തലയ്ക്ക് കുമ്പിട്ടിട്ട് ആൾക്കാരെ കണ്ട പിന്നെ ആ സൈഡിലേക്ക് നോക്കില്ല. അപ്പം ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരാൾ പേപ്പർ ഇങ്ങനെ നോക്കുകൊണ്ട് പോകുന്നു. എന്തത് ചോദിച്ചു.
പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും പെണ്ണ് കാണാൻ വന്നതാണ്. പെണ്ണ് ഒന്നും കൂടി നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും കുഴപ്പമില്ലെന്ന് അറിയണ്ടേ, അപ്പൊ ഒന്നും കൂടി കാണാൻ വേണ്ടിട്ട് വീണ്ടും വന്നായിരുന്നു. അങ്ങനെ ഒരു ചെറിയ ഇതുണ്ടായിട്ടുണ്ട്, വേറെ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല. രണ്ടുപേരും അങ്ങോട്ട് കൂടെ കൊടുത്തിട്ടുള്ള സർപ്രൈസ് ഞാൻ പറഞ്ഞില്ലേ, ഒരു ബർത്ത്ഡേക്ക് മുമ്പ് ഞാനൊരു എന്താ പറയാ കല്ലിച്ച മോതിരം, ഡയമണ്ട് റിങ് അതങ്ങോട്ട് ഡയമണ്ട് വാച്ച് കൊടുത്തു. ഫസ്റ്റ് ബർത്ത്ഡേക്ക് കൊടുത്ത റെഡ് റോസ്, അതായിരിക്കും വലിയൊരു സർപ്രൈസ്. തിരിച്ചും അത് മദർ തെരേസ ഔഫ് അത് പറഞ്ഞു. മദർ തെരേസ അത് കല്യാണം കഴിയുമ്പോൾ ഒരു പുതുമോടിയിൽ നമ്മുടെ സ്നേഹം കൂടുതലാണല്ലോ. അപ്പോൾ ഞാൻ ഗൾഫിലിരുന്നിട്ട് 3 ദിവസം കൊണ്ട് ഒരു മദർ തെരേസനെ വരച്ചിട്ട് നാട്ടിലേക്ക് കൊടുത്തയച്ചു, നമ്മളൊരു സർപ്രൈസ് പോലെ. അതിപ്പോഴും ഫ്രെയിം ഇട്ടിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലൊരു അനുഭവമായിരുന്നു, നല്ലൊരു സംഭവമായിരുന്നു, ഗിഫ്റ്റായിരുന്നു. ആദ്യം ഗൾഫിലായിരുന്നല്ലോ, മിണ്ടാണ്ട് വരില്ലേ, അതൊരു സർപ്രൈസ്. ഇവിടെ വരുമ്പോഴും കാണാം ചിലപ്പോ. പിന്നെ വീസ എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വേണമെങ്കിൽ എടുത്ത് പറയാൻ പറ്റുന്നില്ല എന്ന് പറയാൻ വേണമെങ്കിൽ അല്ലേ? നമ്മൾ വിചാരിക്കാത്ത, ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചത് ചിലപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ ഇങ്ങോട്ട് അതായിട്ട് വരും. അതന്നെ സർപ്രൈസ്. 2 മക്കൾ തന്നെ. രണ്ടുപേരും കണ്ടിട്ടുള്ള ഗുഡ് ക്വാളിറ്റിയും ബാഡ് ക്വാളിറ്റിയും. മാത്രം പറയുന്നുണ്ട്. ഗുഡ് എന്ന് പറയാൻ ഇവളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിലൊരു ആഗ്രഹമായിരുന്നു 5-6 മക്കൾ വേണം എന്നുള്ളത്. അത് അവളെ ഇതിൽ കൂടെ എനിക്ക് അവളെ ഞാൻ വിചാരിച്ച മാതിരി അതൊന്നും ശരിയാവില്ല എന്നുള്ള തരത്തിൽ നിന്നില്ല. 5 സിസേറിയനായാലും അവൾ 5 വരെ എനിക്ക് വേണ്ടി. ദേഷ്യമായിരുന്നു, പക്ഷെ മക്കളൊക്കെ കുറച്ച് ക്ഷമ പഠിച്ചു എന്നാണ് എനിക്ക് മനസ്സിലായത്. അത് പെട്ടെന്ന് നല്ല ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവമായിരുന്നു. ഗുഡ് ക്വാളിറ്റി പറയുമ്പോൾ ആദ്യം പറയും. ക്വാളിറ്റി കുറേ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അതിനൊക്കെ ഇങ്ങനെ ആക്കി തീർത്തതൊരു ഇങ്ങനെയൊക്കെ മോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവളുടെ നല്ല പാർട്ടുണ്ടെങ്കിൽ. ബാഡ് ക്വാളിറ്റി എന്ന് വെച്ചാൽ പെട്ടെന്ന് പ്രഷർ വരും, ചിലപ്പോൾ ചൊറിച്ചിൽ വരും. അപ്പൊ അത് ഒരു ഇതാണ്, പ്രശ്നമാണ് നമുക്ക്. ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയി, കുഴപ്പമൊന്നുമില്ല. അത് എപ്പോഴൊന്നുമില്ല, എപ്പോഴൊക്കെ ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം. എപ്പോഴും ചൊറിയണമെങ്കിൽ കുഴപ്പമില്ല, പിന്നെ എപ്പോഴും പറയുമ്പോൾ ചൊറിയുമ്പോൾ നമുക്കൊരു പ്രയാസമായിട്ട് തോന്നുന്നു. അതൊന്ന് ഉച്ചക്കുണ്ടായി, അതുകൊണ്ടാണ്. ഗുഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാല് ആൾക്കാരെ മുന്നിലൊക്കെ വെച്ചിട്ടൊക്കെ നല്ല മാന്യനാ. പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ കുറ്റം കിട്ടി, അയ്യോ ഈ ആളാണോ ഇത് എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അപ്പം അത് പിന്നെ അത് ബാഡ് ക്വാളിറ്റിയാണ് കേട്ടോ. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആള് ഒരു സമാധാനം ഉണ്ട്, ചില സമയത്ത് ഒരു നല്ലതല്ല പറയേണ്ടതല്ലേ. പൊതുവെ ഒരു നല്ല ആള് തന്നെ, നല്ല മനുഷ്യനാണ്. സർവഗുണ സമ്പന്നനാണ്. ബാഡ് ക്വാളിറ്റി ഞാൻ ആലോചിക്കട്ടെ, അപ്പൊ എന്റെ വല്ലതും പറയും. ഫുൾ ആക്റ്റീവാണ്. മോശം ചില കാര്യങ്ങൾക്കൊരു പിന്നാക്കുണ്ട്. മലയാളം കൃത്യമായിട്ട് പറഞ്ഞാൽ ഉദാസീനതാ അത് ചെറുതായിട്ടുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടില്ല. പൊളിക്കല്ലേ, ബെസ്റ്റ് പൊളിക്കല്ലേ അത്. പിന്നെ ചില നേരത്ത് വിചാരിക്കാൻ നേരത്തെ ദേഷ്യം വരുന്നതാണ്. ഗുഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സമൂഹത്തോടായിട്ട് ഇടപെടുക നല്ല ഒരു കഴിവുള്ളവരുണ്ട്. പിന്നെ ബാഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ അനിയന്ത്രിതമായിട്ടുള്ള ദേഷ്യം വരും. ഞങ്ങളുടെ ബാഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ദിവസത്തില് എന്തായാലും ഒരു പ്രാവശ്യം തല്ലുകൂടിയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് കോംപ്രമൈസ് ആവും, അഡ്ജസ്റ്റ് ചെയ്യാം. എന്നെ സംബന്ധിച്ച് പറഞ്ഞാലേ പൊട്ട സ്വഭാവം. ഞാൻ പറഞ്ഞ ഇയാൾക്ക് പറ്റില്ല, ഇയാൾ പറഞ്ഞു പറ്റില്ല, അതാണ് സ്വഭാവം. എന്നാലും സന്തോഷത്തോടുകൂടി ഞാൻ ജീവിക്കുന്നുണ്ട് കേട്ടോ.
നല്ല സ്വഭാവം വെച്ചാൽ എൻ്റെ ആവശ്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ ചിലപ്പോൾ നിർവഹിച്ചു തരുന്നുണ്ട്. അങ്ങനെയുള്ള കുഴപ്പം. അവന് എല്ലാ കാര്യങ്ങളും മിനിറ്റ് വെച്ചിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതുവരെ ഒരു മിനിറ്റ് തെറ്റാൻ പാടില്ല. എല്ലാ കാര്യങ്ങൾക്കും ശരിയായി നടത്തി കൊടുക്കും. പുതിയ തലമുറ അല്ലെങ്കിൽ പുതുതായിട്ട് കല്യാണം കഴിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഉപദേശം? അവരോട് കുടിക്കാണ്ടും മറ്റേ തല്ലുകൂടിയാണ്ടൊക്കെ ഒരുമിച്ച് ജീവിക്കാനുള്ളത്. നല്ല സ്വഭാവത്തിലും നല്ല ഗുണത്തിലും നല്ല ജീവിതം നയിക്കുവാൻ പറഞ്ഞു കൊടുക്കും. അതായത് ഇപ്പോഴത്തെ ലോകത്തിൻ്റെ പിന്നാലെ പോവാണ്ട് ഒരു കുടുംബജീവിതം നയിക്കാനാണെങ്കിൽ വീടിന് കീഴ്പ്പെട്ടും ഭർത്താവിന് കീഴ്പ്പെട്ടും ജീവിക്കണം മാതാപിതാക്കന്മാരെ അനുസരണ മക്കളായിട്ട്. ഇങ്ങനെയാണ് എൻ്റെ കാര്യം കിട്ടി. ഞാൻ മര്യാദയ്ക്ക് തോട്ടത്തിൽ പോയി ചേർന്നു.